ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഫെമിനൈൻ എനർജി ആൻഡ് മസ്കുലൈൻ എനർജി ഒരു പക്ഷേ സെയിം ജെൻഡറിൽ വന്നാൽ അങ്ങനെയുള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ ജേർണിയെക്കുറിച്ച് മനസ്സിലാക്കാം. ആക്ച്വലി കഴിഞ്ഞ ലൈവിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവിടെ ആൻസർ കൊടുത്തിരുന്നു. അപ്പോൾ ആ ആൻസർ റിലേറ്റഡ് ആയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് വായിക്കാം ആൻഡ് ആ മെസ്സേജിനുള്ള ഉത്തരവായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, മാം ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു സെയിം ജെൻഡറിലുള്ള ട്വിൻ ഫ്ലെയിംസിന് 5D വരെ യൂണിയനിൽ വരത്തുള്ളൂ എന്ന്, പിന്നെ നെക്സ്റ്റ് ലൈഫിൽ ആണ് ഫിസിക്കൽ യൂണിയനിൽ വരിക എന്ന്. അപ്പോൾ എന്തിനാണ് മാം സെയിം ജെൻഡറിലുള്ള DF ഹീലിംഗ് ചെയ്യുന്നത്, ഇന്നർ വർക്ക് ചെയ്യുന്നതും? ഇനി ഇപ്പോൾ എല്ലാം നിർത്തിയാലോ എന്ന് ആലോചിച്ച് പോകുന്നു. ഇതിനൊരു വീഡിയോ ചെയ്യാമോ പ്ലീസ്? എന്നെപ്പോലെ ഉള്ളവർ ഒരുപാട് ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി പ്ലീസ് എന്നാണ്. ഇതാണ് ആളുടെ മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അറിയാം അന്ന് ലൈവിൽ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയോ ശരിക്കും ട്രിഗറായി, അതായത് ഹേർട്ടായിട്ടാണ് ആൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഒരു ഹോപ്പ്ലെസ്നെസ്. ഇവിടെ ഹോപ്പ് എന്തായിരുന്നു? ഒരു 3D യൂണിയൻ അല്ലേ? അപ്പോൾ പിന്നെയും ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊരു സോൾ ജേർണിയാണെന്ന് വിചാരിച്ചാൽ ഒരേ സോളിൻ്റെ 2 ബോഡിയിലുള്ള ഒരു യാത്ര. അതിപ്പം ഈ ഒരു ജന്മത്തിൽ നിങ്ങളൊരു സെയിം ജെൻഡറിലാണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു സെയിം ജെൻഡറിലാണെങ്കിൽ അത് നിങ്ങളുടെ സോളായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ ഈ ഒരു സെയിം ജെൻഡറിൽ വന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ എത്രത്തോളം നമ്മളുടെ തോട്ട് പാറ്റേണെ ചേഞ്ച് ചെയ്തോ അതിൻ്റെ അനുസരിച്ച് മാത്രമേ നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തോട്ട് പാറ്റേണെ എന്താ പറയുന്നത്, ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് നാച്ചുറലി നമ്മൾ ഹീൽ ആവുന്നതിൻ്റെ അനുസരിച്ച്, നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുന്നതിൻ്റെ അനുസരിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരിക്കലും ഒരാളുടെയും യൂണിയൻ 3Dയിൽ നടക്കുമെന്ന് പറയാനും ഞാൻ ആളല്ല, 5D വരെ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയാനും ഞാൻ ആളല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേട്ടാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സോൾ എഗ്രിമെൻ്റ് അനുസരിച്ച് ആയിരിക്കും 5D യൂണിയൻ ആൻഡ് 3D യൂണിയൻ നടക്കുന്നത്. 5D വരെ എങ്ങനെയാണെങ്കിലും ഏതൊരു ട്വിൻ ഫ്ലെയിമും, അതിനെയും സെയിം ജെൻഡർ ആണെങ്കിലും ഓപ്പോസിറ്റ് ജെൻഡേഴ്സിലാണെങ്കിലും, പ്രായം കൂടുതലാണ്, പ്രായം കുറവാണ്, സെലിബ്രിറ്റി ട്വിന്നാണ്, സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയാണ്, ഇങ്ങനെ ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും നമ്മൾ 5D യൂണിയൻ വരെ അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു ഫെമിനൈൻ എനർജി. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആൾ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു വീഡിയോ കേട്ടിട്ട് ഞാൻ ഇന്നർ വർക്ക് നിർത്തിയാൽ മതിയല്ലോ, ഇനി എന്തിനാ ചെയ്യുന്നതെന്നുള്ള ഒരു ആലോചനയിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേർണി, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അസെൻഷന് വേണ്ടി ആയിരിക്കണം, നിങ്ങളുടെ സോളിൻ്റെ അസെൻഷന് വേണ്ടി ആയിരിക്കണം. ആ ഒരു 3D യൂണിയന് വേണ്ടി നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക കോൺഷ്യസ്നെസ്സിൽ. അതായത് എൻ്റെ ട്വിന്ന് ഞാൻ സെയിം ജെൻഡറിലാണ്, ഇത് യൂണിയൻ നടക്കില്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ്ലി പോലും അത് നിങ്ങളുടെ ജേർണിയിലെ ബ്ലോക്കാണ്. അതാണ് ഞാൻ അവിടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ലൈവിൽ. മേ ബി അത് അത്രയും ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നിങ്ങളൊരു സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും നിങ്ങൾ വിചാരിക്കുകയാണ് ആൾ ഭയങ്കര സെലിബ്രിറ്റിയാണ്, എനിക്ക് ഈ ജേർണിയിൽ ഈ ഒരു ജന്മം യൂണിയനൊന്നും നടക്കത്തില്ല. അവിടെ നിങ്ങളുടെ ഫ്രീ വിൽ, അതായത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ്. നിങ്ങൾ ഹീലിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് മാനിഫെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ 3D തേർഡ് ഡയമെൻഷനിൽ ഗ്രൗണ്ട് ആവും. അതായത് ആ എനർജീസാണ് നിങ്ങളുടെ ലൈഫിൽ പിന്നെയും റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെയും ബാക്ക് ടു ദ സെയിം ജെൻഡർ ജേർണി. ഇവിടെ സെയിം ജെൻഡർ ജേർണി ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നത് സോഷ്യൽ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ സെയിം ജെൻഡറിൽ 3D യൂണിയൻസ് വെരി മച്ച് പോസിബിൾ ആണ്. പക്ഷേ അതിന് അത്രത്തോളം വർക്ക് ചെയ്യണം, അത്രത്തോളം കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം, അത്രത്തോളം നമ്മളുടെ സോളിലേക്ക് അലൈൻഡ് ആവണം. ആൻഡ് നിങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ജേർണിയിൽ
ഒരു 3D യൂണിയനെ വിശ്വസിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ 3D യൂണിയൻ സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞ് 3D യൂണിയൻ നടക്കുകയോ ഇല്ലയോ അത് ഭഗവാന്റെ ഇഷ്ടം, അങ്ങനെയല്ല. നിങ്ങളുടെ ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു ബർത്ത് റൈറ്റ് എന്നാണ് എൻ്റെ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഏതൊരു ഫെമിനൈൻ എനർജിയുടെയും ബർത്ത് റൈറ്റാണത്. അത് ദൈവത്തിനോട് പറയുക, നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, ഞാൻ യൂണിയനിലാണ്, ഞാനും എൻ്റെ ട്വിൻ ഫ്ലെയിമും ഒന്നാണ്. എഗെയിൻ വട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായാലും ഞാൻ സറണ്ടർ ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ജേർണീനെ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഇന്നർ വർക്കിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് സോൾ ലെവലിലാണ്. ഇതുകൊണ്ടുള്ള പല ഗുണങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ബോഡി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മത്തിൽ വരുമ്പോൾ നമുക്ക് ഭൂമിദേവി കടവായിട്ട് തരുന്ന ഒരു സംഭവമാണ്, അതായത് ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത്. അതായത് ഇത് ടെമ്പററി ആണ് അല്ലേ, ഇത് പെർമനൻ്റ് അല്ല. നമ്മളുടെ കൂടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജന്മങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ വർക്ക് എക്സ്പാൻഡ് ആവും, അസെൻഡ് ആവും, റിലീസാവും. നമ്മളുടെ ആ ഒരു എനർജിയുടെ അൺകണ്ടീഷണൽ ഫ്ലോയിലേക്ക്, സോൾ ലെവലിലേക്ക് നമുക്ക് കണക്റ്റ് ആവാനായിട്ടാണ് ഈ ഒരു ജേർണി. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ യൂണിയൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ജേർണിയെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തെ വന്നിട്ട്, എന്താണോ ദൈവത്തിന് തരാനുള്ളത് എനിക്ക് അത് തരട്ടെ എന്ന് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ദ ബെസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. മൂന്നാമത്തെ കാര്യം വന്നിട്ട്, ഇന്നർ വർക്ക് ഒരിക്കലും ഈ ഒരു ജന്മത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു 70 വർഷമോ അല്ലെങ്കിൽ 80 വർഷമോ നമ്മളൊരു 90 വർഷമോ ജീവിച്ചിരിക്കുമ്പോൾ ഇതിൽ നമ്മൾ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് ചെയ്യുന്ന അത്രയും വർഷങ്ങളല്ല. നമ്മൾ മുമ്പ് പല ജന്മങ്ങൾ തൊട്ടിങ്ങോട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. ഇനി മുമ്പോട്ട് പല ജന്മങ്ങൾ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിമിൽ ആ ഒരു യൂണിയൻ ലെവൽ അല്ലെങ്കിൽ ആ ഒരു അലൈൻമെൻറ്റ് നടന്നു കഴിഞ്ഞ് മാത്രമേ അവർ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഈ ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താനുള്ള ജേർണിയാണ്. ആൻഡ് നമ്മുടെ കൗണ്ടർ പാർട്ട് സെയിം ജെൻഡറിലാണെങ്കിൽ പോലും നിങ്ങൾ എന്നാണോ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ആവുന്നത്, നിങ്ങളുടെ ഉള്ളിൽ കംപ്ലീറ്റ്നെസ്സിൽ വരുന്നത്, അന്ന് ആ എനർജിനെ, ആ ഒരു ഓപ്പോസിറ്റ് എനർജി, അത് പ്രോബബ്ലി മസ്കുലൈൻ എനർജി ആയിരിക്കും, അവരെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ ദ കമ്പൈൻഡ് പർപ്പസ്. ഇതൊരു ഹൈലി സ്പിരിച്വൽ ജേർണി ആണെന്ന് ഓർക്കുക. അപ്പോൾ ഒരിക്കലും 3D യൂണിയൻ നടക്കില്ല എന്നല്ല, നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്സിനെ ക്ലെൻസ് ചെയ്ത്, നിങ്ങൾ ആ ഒരു തോട്ട് പാറ്റേണെ ക്ലെൻസ് ചെയ്ത് നിങ്ങളൊരു ഡിവൈൻ എനർജിയിൽ എത്തുമ്പോൾ അതിന് ഏത് കാറ്റഗറിയിലുള്ള ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും തീർച്ചയായിട്ടും യൂണിയൻ നടന്നിരിക്കും. എന്നാൽ അത് എത്ര ജന്മങ്ങൾ എടുക്കും എന്നുള്ളത് എഗെയിൻ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചായിരിക്കും ഈ ഹീൽ ആവാനായിട്ട്. അതുകൊണ്ടാണ് എല്ലാ ജേർണീസിനും ഈ ജന്മത്തിൽ തന്നെ യൂണിയൻ നടക്കുമെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ളത് പല വീഡിയോസിലും മെൻറ്റേഴ്സിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. കാരണം ഹീൽ ചെയ്യാനുള്ള കാലപരിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര ജന്മങ്ങളെന്ന് പറയുന്നത് ഓൾറെഡി അതും നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ പിന്നെയും നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഹീലിങ്ങിലാണെങ്കിൽ, കാരണം ഈ മെസ്സേജ് ഇട്ട ആൾ കുറച്ചുകൂടെ ഒന്ന് അസെൻഡായി വരുമ്പോൾ ആൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഈ ജേർണിനെ കുറിച്ച് ഇൻ ഡെപ്ത് ആയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഹീലായി പോവുക. കാരണം ഇപ്പം 2 ജന്മങ്ങളെടുത്ത് ഞാൻ ഹീലാവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സോൾ കോൺട്രാക്റ്റിൽ, നിങ്ങൾ ഇപ്പം ഈ ഒരു അവേക്കനിങ്ങിലാണെന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് നമ്മളുടെ ബോഡീനെ പ്രഷറൈസ് ചെയ്ത് ഹീൽ ചെയ്യാൻ ഇനീഷ്യൽ ഡേയ്സിൽ നമ്മളൊക്കെയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഹീലാവണം, എത്രയും പെട്ടെന്ന് സ്റ്റേബിൾ ആവണം, ബാലൻസ് ആവണം, യൂണിയനിൽ വരണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയും അത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. ഈ ഒരു ജേർണിയിൽ എല്ലാ കാര്യങ്ങളും ഹീലിംഗ് അടക്കം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു മെഡിറ്റേഷൻ അടക്കം നമ്മൾ ചെയ്യുമ്പോൾ അത് ഓൾറെഡി പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഡിവൈൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിനെ ഒന്നിനെയും നമ്മൾ ഈ ജേർണിയിൽ കൺട്രോൾ ചെയ്യേണ്ട. ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് തോന്നുന്ന ഇന്നർ വർക്കുകൾ ചെയ്തുകൊണ്ട് ആ ഫ്രീ ഫ്ലോയിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മളുടെ ഫീലിങ്സിനെ ഫീൽ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇനി നമ്മളെ ആ ഒരു സോളിലേക്ക് അലൈൻ ആവാതെ, നമ്മളുടെ ട്രൂത്തിലേക്ക് അലൈൻ ആവാതെ നിർത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ഹീൽ ചെയ്ത് പതിയെ പതിയെ മുമ്പോട്ട് പോകുമ്പോൾ യൂണിയൻ ഡെസ്റ്റൈൻഡ് ആണ്. അത് വിശ്വസിക്കുക. ഹോപ്പ്ലെസ്നെസ്സിൽ ഒരിക്കലും വരരുത്. അതിനെക്കുറിച്ച്
എഗെയിൻ ഈ ഒരു ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും യൂണിയന് വേണ്ടി വർക്ക് ചെയ്യാതെ ദൈവത്തിലേക്ക് ലയിക്കാനായിട്ട് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് വർക്ക് ചെയ്യുക. ബാലൻസ് എല്ലാം നിങ്ങൾക്കുള്ള റിവാർഡ്സ് ആണ് യൂണിവേഴ്സിൽ നിന്നുള്ളത്. ആ റിവാർഡ്സ് അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കൊള്ളുമെന്നുള്ള ഒരു അന്ധമായ വിശ്വാസത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യത്തെക്കുറിച്ച്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, PLRന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്ങിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.